നമസ്കാരം. ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ ഷോ തുടർന്ന് വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങാൻ താൻ തയ്യാറല്ലെന്ന് ബോബി അഭിഭാഷകരെ അറിയിച്ചു. റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് താനെന്നും അതിനാൽ ഇത്തരത്തിലുള്ള തടവുകാർ പുറത്തിറങ്ങും വരെ താനും കാക്കനാട് ജയിലിൽ തുടരുമെന്ന് ബോബി ചെമ്മണ്ണൂർ വാദമുയർത്തുന്നു. ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചുള്ള ജാമ്യ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ജയിലിനുള്ളിലെ ബുക്കിൽ ഒപ്പിടാൻ തയ്യാറാകാതിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ എന്നാണ് വിവരം. നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിലാണ് ബോബി ചെമ്മണ്ണൂർ. 6 ദിവസമായി കാക്കനാട് ജയിലിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ. ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അഭിഭാഷകർ ഇല്ലാതെയും ബോണ്ട് തുക കെട്ടിവെക്കാനും പറ്റാത്ത തടവുകാർ നിരവധി പേർ ജയിലിൽ തുടരുന്നുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു. അതേസമയം ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിലിൽ തുടരും. എന്നാൽ നാളെ പുറത്തിറങ്ങുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ സ്ത്രീകളടക്കമുള്ളവർ എത്തിയിരുന്നു. കാക്കനാട് ജില്ലാ ജയിലിന് മുമ്പിലാണ് സ്ത്രീകളടക്കമുള്ളവർ തടിച്ചുകൂടിയത്. പൂക്കളടക്കം കയ്യിലേന്തിയാണ് പലരും എത്തിയത്. കൂട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരുമുണ്ട്. ഇവരെ കൂടാതെ മെൻസ് അസോസിയേഷന്റെ ഭാരവാഹികളും ബോബിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. 50,000 രൂപയുടെ ബോണ്ടും 2 പേരുടെ ജാമ്യവുമാണ് വ്യവസ്ഥ. ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. സ്ത്രീയെ ബാഹ്യരൂപം നോക്കി വിലയിരുത്തിയാൽ അത് അവളെയല്ല മറിച്ച് നിങ്ങളെയാണ് നിർവചിക്കുന്നതെന്ന മോട്ടിവേഷൻ സ്പീക്കർ സ്റ്റീവ് മാറബോളിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ് തുടങ്ങുന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതിയിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് ജസ്റ്റിസ് പറഞ്ഞു. ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ സൂചനയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. FIR വായിക്കുന്ന ഏത് മലയാളിക്കും ബോബി ഉപയോഗിച്ച വാക്കുകൾ ദ്വയാർത്ഥമുള്ളതാണ് വളരെ എളുപ്പം മനസ്സിലാക്കാം. ജാമ്യ ഹർജിയിൽ ഹണി റോസിന് നടിയെന്നോ ഗായികയെന്നോ സംഗീതജ്ഞയെന്നോ കായിക താരമെന്നോ പ്രൊഫഷണൽ എന്നോ ഉള്ള അംഗീകാരം സമൂഹത്തിൽ നിന്ന് ലഭിക്കുകയോ അസാധാരണമായ പ്രതിഭയോ ഉള്ളതായി ആരും അവകാശപ്പെടുന്നില്ലെന്ന പരാമർശം പ്രതിഭാഗം നടത്തിയിരുന്നു. ഈ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് കോടതി പ്രതിഭാഗത്തോട് ചോദിച്ചിരുന്നു. സമൂഹത്തിൽ പരാതിക്കാരിക്കുള്ള അംഗീകാരത്തെക്കുറിച്ച് മറ്റു പൗരന്മാരുടെ വക്കാലത്ത് ബോബി ചെമ്മണ്ണൂർ ഏറ്റെടുക്കേണ്ടതില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതേ തുടർന്ന് അഡ്വക്കേറ്റ് B രാമൻപിള്ള ജാമ്യ ഹർജിയിലെ ഈ പരാമർശങ്ങൾ പിൻവലിച്ചു. ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല. ഇത്തരം പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ ഒഴിവാക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഒരാളുടെ ശരീരത്തെക്കുറിച്ച് തടിച്ചത്, മെലിഞ്ഞത്, പൊക്കം കുറഞ്ഞത്, പൊക്കം കൂടിയത്, വളരെ ഇരുണ്ടത്, വളരെ കറുത്തത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണം. ഇത് ജീവിതമാണ്. നമ്മുടെ ശരീരങ്ങൾ മാറും, മനസ്സും ഹൃദയവും മാറും. പുരുഷന്മാരായാലും സ്ത്രീകളായാലും മറ്റുള്ളവരെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ജാഗ്രത വേണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കുന്തിദേവി പരാമർശം ദ്വയാർത്ഥമെന്ന് വിലയിരുത്തിയ കോടതി ജാമ്യാപേക്ഷയിലെ സ്ത്രീവിരുദ്ധതയും രൂക്ഷമായി വിമർശിച്ചു. തുടക്കം മുതൽ ഒടുക്കം വരെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ജാമ്യം അനുവദിച്ചത്. ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും കുന്തിദേവി എന്നത് ദ്വയാർത്ഥ പ്രയോഗമല്ലെന്നുമായിരുന്നു ബോബിയുടെ വാദം. എന്നാൽ ദ്വയാർത്ഥമില്ല എന്ന് പറയാൻ പറ്റില്ലെന്ന് കോടതി വ്യക്തമാക്കി. ബോബി നൽകിയ അഭിമുഖങ്ങളും പ്രസ്താവനകളും പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വടക്ക് മുതൽ തെക്ക് വരെ ഓടിത്തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാമ്യാപേക്ഷയിൽ ഉണ്ടല്ലേ എന്നും കോടതി പരിഹസിച്ചു. ബോബി കയ്യിൽ പിടിച്ച് കറക്കിയപ്പോൾ ഹണി റോസ് എതിർപ്പ് പറഞ്ഞില്ല തുടങ്ങിയ പ്രതിഭാഗത്തിന്റെ വാദത്തിനോട് അതവരുടെ മാന്യത കൊണ്ടാണെന്നും കോടതി പറഞ്ഞു. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളെ ചുമത്തപ്പെടുന്നുള്ളൂ എങ്കിൽ മതിയായ കാരണങ്ങളില്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ബോബിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. ഈ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കാവുന്നതാണെന്ന് കോടതി വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം, അന്വേഷണവുമായി സഹകരിക്കണം, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് തുടങ്ങിയ നിബന്ധനകളും ജാമ്യ വ്യവസ്ഥയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.